എനിക്കിവിടെ നുണ പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്കാരും ഭയവുമില്ല. പക്ഷെ എനിക്ക് ഭയമുണ്ട് എന്റെ ഗുരുവിനെ. ഗുരുസന്നിധിയിൽ ഈ ആ സമയത്ത് നിങ്ങളോട് സംസാരിക്കുന്നുകൊണ്ട്. എങ്കിലും ഇന്ന് എനിക്കങ്ങനെ ചെയ്യാതെ വഴിയില്ല. നിങ്ങളും ഞാനുമായി ഈ ജന്മത്തിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ പൂർവ്വജന്മത്തിൽ നിങ്ങൾ എനിക്കറിയാം. ആ കടപ്പാടുകൊണ്ട് ഒരു നിയോഗം പോലെ വന്നെന്ന് മാത്രം. കുട്ടിക്ക് തലയ്ക്ക് സുഖമില്ലാതെ ഇങ്ങനെ പിച്ചും പേയും പറയുന്നതിന് ഞാൻ എന്ത് മറുപടി പറയാനാണ്? ചെല്ലേ, പോയി കിടന്നുറങ്ങ്. ഇല്ലെങ്കിൽ കുട്ടിയുടെ ഗുരു വന്ന് സംശയിക്കും. ഓരോ ഗുരുക്കന്മാര് ഇങ്ങനെ തലയ്ക്ക് വെളിവില്ലാതെ പറയുന്നത് കേട്ടു നിൽക്കാൻ എനിക്ക് സമയമില്ല. സമയമുണ്ടാവില്ല. പുറത്തു കടന്നവർ കാത്തു നിൽക്കല്ലേ? എന്താ അരയിൽ ഒളിപ്പിച്ച തോക്കെടുത്തി ഭ്രാന്തി പെണ്ണിനെ വകവരുത്തി ചാവേർ പടയാളിയുടെ ധീരത കാണിക്കാൻ മനസ്സ് പറയുന്നു അല്ലേ? വേണ്ട, സാഹസം വേണ്ട. നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും കൂടി പകരം ചോദിക്കാൻ പോകുന്ന ആ പാവങ്ങളുടെ താവളം നശിപ്പിച്ച് പിഞ്ചു കുട്ടികളെ വഴിയാധാരമാക്കാനുള്ള ആവേശവും വേണ്ട. അതൊന്നിനും പരിഹാരമല്ല. നീ ഇതെങ്ങനെ അറിഞ്ഞു? എനിക്ക് ആദ്യമേ നിന്നെ സംശയമുണ്ടായിരുന്നു. സത്യം പറ, നീ ആരാണ്? പിതൃശുദ്ധി ചെയ്ത ഗുരുപരമ്പരയിലെ കണ്ണിയാണ് ഞാൻ. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത പ്രപഞ്ച സത്യങ്ങൾ എനിക്ക് കാണാൻ കഴിയുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എന്റെ കർമ്മം ചെയ്യുന്നു, അത്രമാത്രം. നിങ്ങൾ ചെയ്യാൻ പോകുന്ന വലിയ പാതകത്തിൽ നിന്നും നിങ്ങൾ പിന്തിരിയണം. അതിനെന്നെ നിയോഗിച്ചതും ഗുരു തന്നെയാണ്. വേണ്ട, നിന്റെ ഗുരുവിന്റെ വേദാന്തം എനിക്ക് കേൾക്കണ്ട. വേദാന്തം കേട്ടാൽ ഉണങ്ങുന്നതല്ല എന്റെ മനസ്സിന്റെ മുറിവ്. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ഉറ്റവരെയെല്ലാം നിമിഷം കൊണ്ട് ചുട്ടുകരിച്ചതും നിന്റെ ഗുരു അറിയുന്നില്ലേ? കോടിക്കണക്കിന് മനുഷ്യർ വസിക്കുന്ന ഈ ഭൂമിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിന്റെ ഗുരുവിന് കഴിയോ? സൊമാലിയയിലെയും സയറിലെയും ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർ പട്ടിണി കൊണ്ട് മാത്രം മരിക്കുന്നു. അതിനുത്തരവുണ്ടോ നിന്റെ ഗുരുവിന്? എനിക്കൊരായിരം ചോദ്യങ്ങളുണ്ട് നിന്റെ ഗുരുവിനോട് ചോദിക്കാൻ. ശരി ഉത്തരം നിശ്ചയമായും ഗുരുവിങ്കലുണ്ട് രഘുരാമൻ. നിങ്ങൾ ഒന്നും ചോദിച്ചില്ലല്ലോ. നിങ്ങൾക്ക് ഇവിടുത്തെ സത്യം അറിയണ്ടായിരുന്നല്ലോ. ഇവിടെ നിങ്ങൾ കണ്ണുകളും കാതുകളും അടച്ചല്ലേ ഇത്രയും ദിവസം കഴിഞ്ഞുകൂടിയത്. അത് നിങ്ങളുടെ മാത്രം കുറ്റമല്ല. ആരാധനാ ദോഷം കൊണ്ട് അന്ധരായി പോയവരുടെ ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ വെളിച്ചവുമായി എത്തുന്ന ഗുരുക്കന്മാരെ നാം എങ്ങനെ തിരിച്ചറിയും? അവരുടെ ത്യാഗത്തിന്റെ വേദന അനുഭവത്തിലൂടെ അറിയുന്നതുവരെ നിങ്ങൾക്കിതൊന്നും മനസ്സിലാവുകയില്ല. ലോകത്തിന്റെ അന്ധത മാറ്റാനെത്തിയ ദൈവനിശ്ചയം തന്നെയാണ് ഗുരു. അത് കാലം തെളിയിക്കും. ഇല്ല കുട്ടി, എനിക്കിവിടുന്ന് പോണം. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ എനിക്ക് നിരാശപ്പെടുത്താനൊക്കില്ല. എന്റെ വഴി ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ തടയുന്നില്ല. എങ്കിലും ഒരപേക്ഷയുണ്ട്. നിങ്ങൾ ഈ പരിപാവനമായ ഗുരുസന്നിധിയിൽ വന്നിട്ട് തിരിച്ചു പോവുകയല്ലേ? എനിക്ക് വേണ്ടി നിങ്ങൾ ഈ പാതുകത്തിലൊന്ന് നമസ്കരിച്ചിട്ട് പോയിക്കോളൂ. വേണ്ട, ഒരു പെണ്ണിന്റെ വാക്ക് കേട്ട് നിന്റെ മനസ്സിന്റെ കടിഞ്ഞാൻ അഴിഞ്ഞു പോകരുത്. ഇതിലൊന്ന് തൊട്ടെന്ന് വെച്ച് എനിക്കൊന്നും സംഭവിക്കാനില്ലല്ലോ. എനിക്കെന്താണ് സംഭവിക്കുന്നത്? മകൾ മകൻ പോലെ രാമ
നീ ഒരു നിയോഗത്തിന്റെ നിമിത്തമാണ്. നീ അറിയാതെ എത്തിയിരിക്കുന്നത് ശാന്തിയുടെ ഗിരിശൃംഗങ്ങളിലാണ്. ഗുരുവിന്റെ ത്യാഗത്തിന്റെ വേദന നീ നിന്റെ അനുഭവത്തിലൂടെ അറിയാൻ പോകുന്നു. അതിനായി നിന്റെ മനസ്സിന്റെ മഞ്ഞിടിഞ്ഞ് നീ മറ്റൊരു ലോകത്തിലേക്ക് പോവുകയാണ്. നീചഗോത്രത്തിൽ പിറന്നു നീ താഴ്ന്ന ഗോത്രക്കാരെ സംഘടിപ്പിച്ച് മേൽജാതിക്കാർക്കെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തു. ധിക്കാരം. ശിക്ഷാവധം. രാജകൽപ്പന. എന്നെ കൊന്നോളൂ. എന്നെ മാത്രമല്ല, താഴ്ന്ന ഗോത്രത്തിൽ പിറന്ന ഈ ദേശത്തെ ജനങ്ങളുടെ മുഴുവൻ തലയും കൊയ്തോളൂ. നിങ്ങളുടെ രാജാവും മേൽഗോത്രക്കാരും നീണാൾ വാഴട്ടെ. പക്ഷേ കാലം നിങ്ങളുടെ രാജാവിനോട് പകരം ചോദിക്കും.
കുന്തമുനകളുടെ മുന്നിലും അവന്റെ നാവ് തുപ്പിയത് രാജദ്രോഹം. നമ്മുടെ ഗോത്രത്തിനെതിരെ അടിമകളെ സംഘടിപ്പിച്ചവൻ വധിക്കപ്പെടേണ്ടവൻ. കാഴ്ചയുടെ കാലം തിരിച്ചു വരുമെന്ന് പ്രചരിപ്പിച്ച ഒരു അവിശ്വാസിയായിരുന്നു അവൻ. അവന് കൊടുത്ത ശിക്ഷ ലോകത്തിനൊരു പാഠമായിരിക്കും. ശബ്ദങ്ങളുടെ തന്മാത്രകൾ ഒരു പ്രത്യേക അനുപാതത്തിൽ സംയോജിപ്പിച്ച് പരീക്ഷണം നടത്തുകയായിരുന്നു ഞാൻ. എന്റെ പരീക്ഷണ നാളിയിലെ സ്വരസുഷിരങ്ങളിൽ പ്രതിപ്രവർത്തിപ്പിച്ച ശബ്ദസംഘാതങ്ങൾ നൽകിയ സൂചനകൾ വളരെ വിലപ്പെട്ടതാണ്.